വായിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്നവരുടെ കയ്യിൽ ഒരിക്കലും പുസ്തകം ഏൽപ്പിക്കരുത്. വായിച്ചു കഴിഞ്ഞാലും അത് ഭദ്രമായി സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ മാത്രം പുസ്തകം ഏൽപ്പിക്കുക. ഇതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതവും. ഉള്ളു തുറന്ന് ഉള്ളത് പറയുന്നത് ഉള്ളറിഞ്ഞ് കൂടെ നിൽക്കുന്നവരോടായിരിക്കണം. ചില ആളുകളോട് ഉള്ളു തുറന്ന് ഉള്ളറിഞ്ഞ് പറഞ്ഞാലും അവർ അത് നിസ്സാരമാക്കിയെടുക്കും. കേട്ട് കഴിഞ്ഞാൽ കഥകളായി കരുതി ഒഴിഞ്ഞു മാറുന്നവരോടായിരിക്കരുത് നമ്മൾ ഉള്ളു തുറന്ന് പറയേണ്ടത്. ഓരോ സമയങ്ങളിലൂടെ കടന്നു പോവാനും അതിനെയെല്ലാം അതിജീവിക്കാനും കഴിയുന്നത് എത്ര മനോഹരമാണ്. മോശപ്പെട്ട കാലങ്ങളെ അതിജീവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുടെ കൂടെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നത് തന്നെയല്ലേ മനുഷ്യനെ ഇത്രമേൽ ഭംഗിയുള്ളത് ആക്കുന്നതും. എല്ലാ നേരങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ മനുഷ്യൻ തന്നെ എല്ലാ നേരവും ഒരേപോലെ ഇരിക്കണം എന്നില്ല. ഏതു നേരവും ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണുന്ന, എപ്പോഴും ചിരിക്കാൻ മാത്രം അറിയാവുന്ന ആരെയും അക്ഷരം തെറ്റാതെ മനുഷ്യനെന്ന് വിളിക്കാൻ ആവില്ലല്ലോ. ആരും തികഞ്ഞവരല്ല, ആരും പൂർണ്ണരാകാൻ അർഹരുമല്ല, ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിങ്ങൾ നിർത്തുക. എല്ലാവരും അവരവരുടെ തനതായ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. സൈക്കോളജി പറയുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിരിക്കുന്ന ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഒരാൾ ഒരുപാട് സമയം ഉറങ്ങുന്നു എങ്കിൽ അയാൾ ദുഃഖിതനാണ്. അതുപോലെ ഒരാൾ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ വേഗത്തിൽ അയാൾ സംസാരിക്കുന്നു എങ്കിൽ അയാൾ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണ്. ഒരാൾ പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഒരു ദുർബലനായ വ്യക്തിയാണ്. ഒരാൾ അന്തം പോയ രീതിയിൽ കഴിക്കുന്നു എങ്കിൽ അയാൾ നല്ല ടെൻഷനുള്ള ആളാണ് എന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു വ്യക്തി വളരെ നിഷ്കളങ്കനും ലോലഹൃദയനുമാണ്. ഒരാൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ അതിനർത്ഥം അയാൾ സ്നേഹം ലഭിക്കാത്ത ആളാണെന്നാണ്. അതുപോലെ തന്നെ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുമാണെന്ന് പഠനങ്ങൾ പറയുന്നു. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക. ഈ ലോകം ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തിരിച്ചറിയുക. ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക. കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരു നാൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. അപ്പോൾ ചുറ്റും ഉള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. കുഞ്ഞുകുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യം എന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും. ജീവിതമാണ്. ആരു പോയാലും വന്നാലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചിലർ പോകുമ്പോൾ, അത് ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് മനസ്സ് പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വഴുതി വീഴുന്നത് അറിയുമ്പോഴാണ് നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത്.
നഷ്ടബോധങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതം. സ്വന്തമായി നഷ്ടബോധമില്ലാത്തവൻ ജീവിച്ചിട്ടില്ലാത്തവന് തുല്യമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കിയത്, പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക? മനസ്സൊരു പക്ഷിയാവട്ടേന്നേ. സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമാകട്ടെ. ബന്ധങ്ങൾ രണ്ടു തരത്തിലാണ്. ഒന്ന്, ഏത് കാട്ടിൽ കൊണ്ട് ഒളിച്ചാലും തിരിച്ചെത്തുന്ന പൂച്ചയെപ്പോലെയും. രണ്ട്, കല്ലെടുക്കുമ്പോഴേക്കും പറന്നകലുന്ന കാക്കയെപ്പോലെയും. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ. പണമാണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും, എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടിയത് പോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ല. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാകരുത്. ചിലരെ നമ്മൾ അഗാധമായി വിശ്വസിക്കും. മറ്റു ചിലരെ നമ്മൾ അവരുടെ വാക്കുകളിൽ വല്ലാതെ വിശ്വസിച്ചു പോകും. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല അവർ നമ്മളെ ഒരു വിഡ്ഢിയാക്കുകയാണ് എന്നുള്ള കാര്യം. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. ബന്ധങ്ങൾ ഒരു നേരം പോക്കായി മാത്രം കാണുന്ന മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും സ്നേഹത്തോടെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട് എന്നതു മാത്രമാണ് സ്നേഹത്തിൽ വിശ്വസിച്ചു ജീവിക്കാൻ ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം. അവഗണിക്കപ്പെട്ട ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അവർ സ്നേഹിച്ച മനുഷ്യർക്ക് സ്നേഹിക്കാനും പരിഗണിക്കാനും മറ്റൊരാൾ ഉണ്ടായിരിക്കും. ആ ഒരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് പിന്മാറുക. കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് വല്ലാത്തൊരു വേദന തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, നിങ്ങളോട് സത്യസന്ധമായിരിക്കുന്ന, നിങ്ങളെ ചോയ്സുകളാക്കാത്ത മനുഷ്യരോടൊപ്പമായിരിക്കുക. അവർ ഒരിക്കലും സങ്കടങ്ങൾ സമ്മാനിച്ച് കടന്നു പോകില്ല. അടുത്തറിയുമ്പോൾ പല ബന്ധങ്ങളിലും ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന സംശയം തോന്നാം. അതൊരു സംശയമല്ല. ആദ്യവും അവർ അങ്ങനെയായിരുന്നു. ആവശ്യങ്ങൾക്കായി അഭിനയിച്ച് ഭംഗുവരുത്തിയ ബന്ധങ്ങൾ പിന്നീട് നേടാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ സത്യാവസ്ഥ മറനീക്കി പുറത്തു വരുന്നതാണ്. അഭിനയിച്ചെടുത്ത ബന്ധങ്ങളെല്ലാം ആദ്യവും അവസാനവും ഒരേപോലെയാകില്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ അന്നും ഇന്നും ഒരേപോലെ ആയിരിക്കും. അഭിനയം കൊണ്ട് വഞ്ചന വിതയ്ക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വീണു പോകാതിരിക്കുക നിങ്ങൾ. അവർക്കൊക്കെ നമ്മൾ അടുത്ത കഥ തുടങ്ങുന്നതുവരെയുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ്. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരു പക്ഷേ അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നത് ഒന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തവർ, നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവർ, നിങ്ങളുടെ സമയം പാഴാക്കുന്നവർ, നിങ്ങളോട് അസൂയപ്പെടുന്നവർ, നിങ്ങളെ ഇരയാക്കി കളിയാക്കുന്നവർ, നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ, അതുപോലെ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.